ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ്റെ വീഡിയോയാണ്. സിമ്പിളായിട്ട് മീനും ചിക്കനും ഒന്നും ഇല്ലാത്ത ഒരു ദിവസം തയ്യാറാക്കിയ ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനകത്ത് 1-2 കറികൾ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ ഞാൻ നെല്ലിക്ക വെച്ച് ഒരു മോരുകറിയാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി ഞാനൊരു 6-7 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇനി എളുപ്പം ഒന്ന് വേകുന്നതിന് വേണ്ടി നമുക്ക് അതിനുള്ളിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് അതൊന്ന് 4ആയിട്ടോ 5ആയിട്ടോ ഒക്കെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക മുഴുവനെ ഇതിൻ്റെ കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ചട്ടിക്കുള്ളിലാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ചട്ടിക്കകത്തിലേക്ക് തന്നെയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളക് അതുകൂടെ കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിനുള്ളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ നെല്ലിക്ക വേകാൻ ആവശ്യമായിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ നെല്ലിക്ക ഒന്ന് വേകാൻ വേണ്ടി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നെല്ലിക്ക വേകുന്ന സമയം കൊണ്ട് ഇതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂൺ നല്ല ജീരകമാണ്. പിന്നെ 2 നുള്ള് കടുക് ഞാൻ എടുത്തിട്ടുണ്ട്. ആ കടുക് കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ മോരുകറിക്ക്. ഇനിയും നമ്മൾ 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 1 പച്ചമുളക് കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചല്ല, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിൽ കുറച്ച് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് തൈര് ചേർത്ത് ആ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ നെല്ലിക്ക ഒന്ന് വെന്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ലേശം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കട്ടയില്ലാതെ. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയും ആ തൈര് കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, തിളച്ച് പോകരുത്. ഇനി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറവാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം അത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടായി കഴിയുമ്പം ഇത് വാങ്ങി വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വറവൽ ചേർത്ത് കൊടുക്കും. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പം അതിലേക്ക് വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നെല്ലിക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കാര്യത്തിൽ ഒഴിച്ചു കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ അടുത്തതായിട്ടുള്ളത് തയ്യാറാക്കുന്നത് മുട്ട അവിയലാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. അത് ചട്ടിക്കകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 മുരിങ്ങക്കായ നീളത്തിൽ മുറിച്ചതിന് ശേഷം അതൊന്ന് കീറി എടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള, ഒരു 3 പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഈ കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പിൽ വെക്കാം. ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർത്തില്ല. ഈ സമയത്ത് ഉപ്പൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആ കഷ്ണങ്ങളൊന്ന് വേകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിനും ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് തേങ്ങയും 1 പച്ചമുളകും നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ വെന്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതിൻ്റെ തൊട്ട് ഞാൻ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല.
ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കഷ്ണങ്ങളിൽ ലേശം കൂടെ വേകാനുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് മൂടി വെച്ചു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം കൂടെ പറ്റി അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ടു. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ഇട്ട് നന്നായിട്ട് കഷ്ണങ്ങളിൽ ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ആ അരപ്പ് വേകുന്നിടം വരെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുത്തു, പുളിക്ക് വേണ്ടിയാണ്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആ തൈര് ഒഴിച്ചതൊന്ന് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് ഞാനൊരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് പുഴുങ്ങി തോല് കളഞ്ഞ് 4ആയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പില, പിന്നെ നമ്മൾ സാധാരണ പോലെ അവിയലിനൊഴിക്കുന്നതിൻ്റെ കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിലപ്പം മുട്ടയൊക്കെ ഉടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്, എന്നാലും കഴിവതും ഉടഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പും എല്ലാം കൂടെ ഈ മുട്ടയിലും ഒക്കെ ഒന്ന് പിടിക്കണമല്ലോ. അതിനുശേഷം ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട അവിയലും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ മിക്കവാറും ഇത് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തയ്യാറാക്കുന്ന ഒരു തോരനാണ്. അതിനുവേണ്ടി ചീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചീരയുടെ ഞാൻ ഷോർട്ടും പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാനങ്ങ് എളുപ്പം പറഞ്ഞു പോകുന്നു. ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർക്കാം. പിന്നെ അരപ്പ് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചതച്ചെടുക്കാം. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം മൂടി വെച്ച് കൊടുക്കാം. സ്ലോയിൽ തീയിൽ വെക്കുക. നമ്മൾ ഇതിനകത്തിൽ വെള്ളമൊന്നും ഒഴിക്കാതെ വേണം, കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കുമ്പോൾ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ചീരയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും പ്ലേറ്റിലേക്ക് ചോറ് എടുത്തു വെക്കാം. ഞാനിവിടെ ഒരു 4 ചെറിയ തവിയിൽ ചോറ് എടുക്കുന്നുണ്ട്. കുത്തരിയുടെ ചോറാണ്. അത് വിളമ്പി എടുത്തതിന് ശേഷം ഇനി ഇപ്പോൾ കറിക്ക് ഒഴിച്ചുകറി നമ്മൾ തയ്യാറാക്കിയത് നെല്ലിക്ക മോരുകറിയാണ്. അതും എടുക്കാം. പിന്നെ ചീരത്തോരൻ തയ്യാറാക്കിയത് വെച്ച് കൊടുക്കാം. അടുത്തത് മുട്ട അവിയൽ തയ്യാറാക്കിയതാണ്. അതും 2 സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയും ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇടിച്ചമ്മന്തിയാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് തന്നെയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.